നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സൈനിക നയതന്ത്ര തർക്കങ്ങൾ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് വരുന്നത്. ഇറാന്റെ തുറപ്പുചീട്ടും തന്ത്രപ്രധാനമായ കടൽ മാർഗവുമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് നാളെ തന്നെ പൂർണ്ണമായി തുറക്കുമെന്നാണ് ട്രംപ് അടിച്ചുവിടുന്നത്. ഈ പറയുന്നത് കേട്ടാൽ തോന്നും ട്രംപ് അടച്ചുപൂട്ടി സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന്. ഹോർമൂസിന്റെ ഏഴയലത്തേക്ക് അമേരിക്കയെ ഇറാൻ അടുപ്പിക്കുന്നില്ല, പുറംകടലിലുള്ള ഉപരോധം മാത്രമേ അമേരിക്ക ചെയ്യുന്നുള്ളൂ എന്നതാണ് വസ്തുത. ഇറാനെ തീർക്കാനായി തയ്യാറാക്കി വച്ചിരുന്ന F-35 വിമാനങ്ങൾ അടക്കം ഡസൻ കണക്കിന് അമേരിക്കൻ പോർ വിമാനങ്ങളെയാണ് അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിൽ വെച്ച് ഇറാൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്, കൂട്ടിയിട്ട് കത്തിച്ചത്. ഹോർമൂസ് തുറന്ന ശേഷം ഇറാന്റെ ആണവ നിലയങ്ങൾ പൂർണ്ണമായി നിർവീര്യമാക്കുന്ന നടപടിയിലേക്ക് അടുത്ത ഘട്ടത്തിൽ കടക്കുമെന്നാണ് ട്രംപ് ഇന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ വിളിച്ചു പറയുന്നത്. അതായത് യുദ്ധമെല്ലാം അവസാനിച്ചു, ഇറാൻ കാല് പിടിച്ചപ്പോൾ അമേരിക്ക യുദ്ധം നിർത്തി. ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത് ട്രംപിന്റെ പാവ സർക്കാരാണ്. ട്രംപ് എന്ത് പറഞ്ഞാലും നടക്കും. സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് അടിച്ചുവിടുകയാണ്. മറ്റൊരവസരത്തിൽ ട്രംപ് പറയുന്നത് സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഇറാനുമേൽ നടത്താനിരുന്ന ഭീകരമായിട്ടുള്ള സൈനിക ആക്രമണത്തിൽ നിന്ന് താൽക്കാലികമായി ഞങ്ങൾ പിന്മാറിയത് എന്നാണ്. ഒരു പുതിയ കരാറിലെത്താൻ ടെഹ്റാനിൽ ലഭിക്കുന്ന അവസാനത്തെ അവസരമാണ്, അത് ഞങ്ങൾ ഒരുക്കുന്ന അവസാനത്തെ അവസരമാണ്. ട്രംപ് തീരുമാനിക്കുന്ന കരാറിൽ ഇപ്പോ ഒപ്പുവെച്ചില്ല എന്നുണ്ടെങ്കിൽ വിവരമറിയുമെന്നാണ് ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തുന്നത്. ഇറാനുമായി ചർച്ച നടക്കുന്നുണ്ട് എന്നും ട്രംപ് കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെയും സോഷ്യൽ മീഡിയയിലെ തള്ളലുകളെയും ഒക്കെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന സൈനിക ഉപദേശകൻ മൊഹസിൻ റസായി അമേരിക്കയുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസില് കപ്പലുകൾ ഏത് വഴി പോകണമെന്ന് ഇറാനാണ് നിശ്ചയിക്കുന്നത്. ഇപ്പോ അത് നിശ്ചയിച്ചിട്ടുമുണ്ട്. അതുവഴി അല്ലാതെ മറ്റ് ഒരു വഴിയിലൂടെയും ഹോർമൂസ് കടലിടുക്കിലൂടെ അനുവദിക്കില്ല എന്നും, കപ്പൽ ഗതാഗതം അനുവദിക്കില്ല എന്നും, മുമ്പ് തയ്യാറാക്കിയ കരാറുകൾ ലംഘിച്ചത് അമേരിക്കയാണെന്നും, ആവശ്യമായി വന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തു. യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ ഇറാനിൽ കടുത്ത ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കുന്നു, രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന വാർത്തയുണ്ട്. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും വിദേശ നയങ്ങളിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമൈനി പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ അധികാരം വെട്ടിച്ചുരുക്കുകയും സൈനിക വിഭാഗമായിട്ടുള്ള IRGC കമാൻഡർ അഹമ്മദ് വാഹിദിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് കർശന നിലപാടുകളിലേക്ക് കടക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു എന്ന് US അവകാശപ്പെടുമ്പോഴും ട്രംപ് അവകാശപ്പെടുമ്പോഴും ഒമാന്റെ അൽ ഖസാബിന് സമീപം ഒരു ചരക്ക് കപ്പലിന് നേരെ അജ്ഞാത വസ്തു ഉപയോഗിച്ച് വീണ്ടും ആക്രമണമുണ്ടായത് മേഖലയിലെ ഹോർമൂസ് മേഖലയിലെ സുരക്ഷാ ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. കൂടാതെ കാസ്പിയൻ കടലിൽ ഇതിനു മുമ്പ് നേരത്തെ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന ഉക്രൈന്റെ വിശദീകരണം തള്ളിയ ഇറാൻ ഇത് മനഃപൂർവ്വമാണെന്നതിന് തെളിവുകളുണ്ട് എന്നും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അടി നല്ലവണ്ണം യുക്രൈന് കിട്ടുമെന്ന് മനസ്സിലായി, അമേരിക്ക വെള്ളം കുടിക്കുന്നത് മനസ്സിലായി, ആ വെള്ളം കൂടി ഏറ്റെടുക്കാൻ തങ്ങൾക്ക് തൽക്കാലം കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് റഷ്യയോ അല്ലെങ്കിൽ അമേരിക്കയോ ഒന്നും അല്ല ഇറാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മാപ്പ് പറയാനും അല്ലെങ്കിൽ അതിൽ ക്ഷമാപൂർവ്വമൊക്കെ അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇറാൻ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അടിച്ചത് മനഃപൂർവ്വമാണ് എന്ന് തെളിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചടി അങ്ങോട്ട് കിട്ടും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും തുടങ്ങിയ സംഘർഷം ഒരു വലിയ യുദ്ധമായി മാറുന്ന സാഹചര്യങ്ങളായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും പുതിയ സൈനിക നയതന്ത്ര നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശങ്കയിലും ആഴ്ത്തുന്നുണ്ട്. കടൽ മാർഗമുള്ള അമേരിക്കയുടെ ഉപരോധത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള നാവിക ഉപരോധം ഇപ്പോ ഏർപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നത് അമേരിക്കൻ സേന അത് ഉടനെ അവസാനിപ്പിക്കണം, അതിനുള്ള ശ്രമം നിർത്തണം. അങ്ങനെ അവസാനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ജീവഹാനി പട്ടാളക്കാരുടെ കാര്യത്തിലായാലും മറ്റാരുടെ കാര്യത്തിലായാലും ജീവഹാനി ഉണ്ടാകും, കനത്ത തിരിച്ചടി ഉണ്ടാകും, അത് നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ഇറാൻ സൈനിക ഉപദേശകൻ മൊഹസിൻ റസായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമൂസിലെ അമേരിക്കയുടെ സാന്നിധ്യവും ഉപരോധവും കൂടുതൽ ശക്തമാക്കാൻ വാഷിംഗ്ടൺ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈനികമായി തന്നെ തിരിച്ചടിക്കും എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ടെഹ്റാൻ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളെ കുറിച്ച് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും അമേരിക്കയുമായി ഒരു പുതിയ കരാറിലെത്താനുള്ള ഇറാന്റെ അവസാന അവസരമാണ് ഇതെന്നുമൊക്കെ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ
അമേരിക്കയുടെ ഈ വാദങ്ങളെയും വിരട്ടലുകളെയും പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇറാൻ. വാഷിംഗ്ടണുമായി ഒരു തരത്തിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലും തങ്ങൾ ഏർപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ടെഹ്റാൻ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ചിട്ട് ഒമാനുമായി മാത്രമാണ് ചർച്ചകൾ നടക്കുന്നത് എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ ഉപരോധ ഭീഷണികൾക്ക് ഒരു കാരണവശാലും ഇറാൻ വഴങ്ങില്ല, അതിന് വെച്ച വെള്ളം ട്രംപ് വാങ്ങിവെക്കുന്നതാണ് നല്ലത് എന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യുദ്ധസമാനമായ പശ്ചിമേഷ്യൻ അന്തരീക്ഷത്തിനിടയിലും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് പൂർണ്ണമായി അങ്ങോട്ട് മങ്ങലേറ്റിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന മറ്റു ചില സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇറ്റലിയിലെ റോമിൽ വെച്ച് ലെബനണിന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ പ്രതിനിധികൾ തമ്മിൽ നടക്കുന്ന 7ാം ഘട്ട ഉഭയകക്ഷി ചർച്ചകൾ നിലവിൽ പുരോഗമിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിർത്തി തർക്കങ്ങളും സൈനിക നീക്കങ്ങളും മൂലം നിരന്തരം സംഘർഷഭരിതമാക്കുന്ന ലെബനൻ ഇസ്രായേൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര മധ്യസ്ഥതയിൽ ഈ ചർച്ചകളെല്ലാം നടക്കുന്നത്. എങ്കിലും റോമിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ചകൾ എത്രത്തോളം വിജയകരമാകും എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും വാണിജ്യ പാതകളിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കടലിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഇറാനും അമേരിക്കയും തമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞത് ആശങ്കയാണ്. ഒമാന് സമീപമുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് വെച്ച് ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായിട്ട് അമേരിക്കൻ സമുദ്ര സുരക്ഷാ ഏജൻസി ആയിട്ടുള്ള വാൻഗാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ കപ്പലിലെ ഒരു ജീവനക്കാരനെ കാണാതായിട്ടുണ്ട് എന്നും ആ ജീവനക്കാരന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് എന്നും റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആഗോള സാമ്പത്തിക മേഖലയെയും എണ്ണ വ്യാപാരത്തെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഈ ആക്രമണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുമെന്നും ഇപ്പോൾ തന്നെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നും ആഗോള തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇനിയും അത് തുടരുമെന്നും കള്ളനും ഭീകരവാദിയും കൂടി തുടങ്ങി വെച്ചിട്ടുള്ള ഈ ദുരന്തത്തിന് ഉടനെയൊന്നും അറുതി വരില്ല എന്നുമൊക്കെയാണ് നിലവിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. Different angles. Don't forget to subscribe and support this channel.